നമ്മുടെ കുഞ്ഞുങ്ങളെ ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമകൾ അവരെ കാണാതെ ഇരിക്കുവാൻ അവരെ സൂക്ഷിക്കണമേ എന്ന് തിരുമനസ്സുകൊണ്ട് വേദന കൊണ്ട് ബാബാ തിരുമനസ്സുകൊണ്ട് പറയുകയാണ്. കാരണം അവർക്കത് പറയുന്നതും ഇഷ്ടമല്ല. കാരണം പണ്ട് മൂല്യങ്ങളുള്ള നല്ല നല്ല സിനിമകൾ, നല്ല നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ കിട്ടുന്ന സിനിമകളുടെ കാലഘട്ടമൊക്കെ മാറിയിട്ട് ഇന്ന് അടിയും കൊലവിളിയും അതിലില്ലാത്ത ചീത്ത സ്വഭാവങ്ങളൊന്നും നമുക്ക് അതിൽ നിന്ന് ആർജിച്ചെടുക്കുവാൻ ഇന്ന തലമുറ വെമ്പൽ കൊള്ളുകയാണ്. അതുകൊണ്ട് അത് അവർ കാണാതിരിക്കുകയാണെങ്കിൽ ഒത്തിരിയൊക്കെ തലമുറയെ നേടാൻ കഴിയുമെന്ന് ബാബാ തിരുമനസ്സുകൊണ്ട് ഓർമ്മിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ എന്തിനാണ് ഓർപ്പിച്ചു ചോദിച്ചാൽ, ഇന്ന് തലമുറകൾക്ക് ഈ ആത്മപ്രകാശനം നഷ്ടപ്പെട്ടു പോവുകയാണ്. മാവേലിക്കര സാൽവേഷൻ ആർമി സ്കൂളിൽ 7ാം ക്ലാസ് പഠിച്ച ഒരു കൊച്ചു ബാലന്റെ ചരിത്രം എനിക്കറിയാം, ഞാൻ വായിച്ചിട്ടുണ്ട്. മാവേലിക്കര സാൽവേഷൻ ആർമിയിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു ബാലൻ, ആ ബാലന്റെ ക്ലാസ് ടീച്ചർ എന്ന് പറയുന്നത് കേന്ദ്രമന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട CM സ്റ്റീഫൻ സാറിന്റെ പിതാവ് ചെമ്പകശ്ശേരി മത്തായി സാറാണ്. മത്തായി സാറാണ് ക്ലാസ് ടീച്ചർ 7ാം ക്ലാസ്സിലെ. ഉച്ച കഴിഞ്ഞുള്ള സമയം സാർ ക്ലാസ് ആരംഭിച്ചു. ഒരു 5 മിനിറ്റ് പിന്നിട്ട് കാണും ഓടിക്കതച്ച് ഈ 7ാം ക്ലാസ്സുകാരൻ കൂട്ടുകാർ രണ്ടുപേരുമൊത്ത് ഓടി വരുമ്പോൾ സാർ ഒന്നും ചോദിച്ചില്ല, കൈ നീട്ടാൻ പറഞ്ഞു. കയ്യിൽ കരുതിയിരുന്ന മത്തായി സാറിന്റെ കയ്യിലുള്ള ചൂരൽ വടി കൊണ്ട് കയ്യിൽ ഈ 3 പേരുടെയും കയ്യിൽ പൊരുതെ തള്ളി. തിരിച്ചൊന്നും പറഞ്ഞില്ല, അടിയും മേടിച്ച് ബെഞ്ചിൽ പോയിരുന്നു, ക്ലാസ് കേട്ടു. സാറിന് വല്ലാതെ വിഷമം തോന്നി. ഞാൻ അവരോടൊന്നും ചോദിച്ചില്ലല്ലോ, എന്തിനാ നിങ്ങൾ താമസിച്ചെന്നോ ഒന്നും ചോദിച്ചില്ല. പക്ഷേ 4 മണിക്ക് ക്ലാസ് വിട്ടപ്പോൾ സാറിന് മനസ്സിലൊരു വിഷമം തോന്നിയിട്ട് ഈ അടി കൊണ്ട 3 പേരെയും വിളിച്ചു. അതിൽ ലീഡറായ ആ 7ാം ക്ലാസ്സുകാരനെ വിളിച്ച് ഹെഡ് മാസ്റ്ററിന്റെ അടുത്ത് ചെന്നു. ഹെഡ് മാസ്റ്ററുമായി സംസാരിച്ചു. ഞാൻ ഇവരെ അടിച്ചു, പക്ഷെ എന്താണ് ഇവർ താമസിച്ചു വന്നേ എന്ന് ആരാഞ്ഞപ്പോൾ പോക്കറ്റിൽ കരുതിയ ആ ചോദ്യം ചോദിച്ചപ്പോൾ പോക്കറ്റിൽ കരുതിയ വേദപുസ്തകം എടുത്ത് മത്തായി സാറിന്റെ മുമ്പിലേക്ക് നീട്ടിയിട്ട് പറഞ്ഞു, സാറേ, സ്കൂളിനപ്പുറത്തുള്ള ആ മാവിന്റെ തണലിലിരുന്ന് ഞങ്ങൾ വേദപുസ്തകം പഠിച്ചതാണ്. ഉച്ചയ്ക്ക് കിട്ടിയ സമയം വേദപുസ്തകം പഠിച്ചു. ആ പഠിച്ച സമയം ഞങ്ങൾ ബെല്ലടിച്ച് കേട്ടില്ല, അതുകൊണ്ടാണ് താമസിച്ചു പോയെ. ആ 7ാം ക്ലാസ്സുകാരനാണ് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ നിരണം മെത്രാസനത്തിന്റെ മെത്രാപോലിത്തയും മിഷൻ ബോർഡിന്റെ പ്രസിഡന്റും മലങ്കര സഭ രത്നം എന്നറിയപ്പെടുന്ന ബാക്കി ആരാന്ന് പറയാം, ഒസ്താത്യൂസ് തിരുമേനി. ഒസ്താത്യൂസ് തിരുമേനിയുടെ ജീവചരിത്രത്തിലുള്ള ഭാഗമാണ് ഞാൻ പറഞ്ഞത്. 7ാം ക്ലാസ്സുകാരൻ അടികൊണ്ടത് എന്തിനാ? മൊബൈൽ നീക്കിയിട്ടല്ല, ക്ലാസ്സിൽ താമസിച്ച് അല്ലെങ്കിൽ മറ്റേ രീതിയിൽ പോയതിനല്ല. എന്തിനാ അടികൊണ്ട്? ആത്മപ്രകാശനത്തിനു വേണ്ടി വചനങ്ങളെ ഉൾക്കൊള്ളാൻ വെമ്പൽ കൊണ്ട 7ാം ക്ലാസ്സുകാരന് അടികൊണ്ടത് അതിനു വേണ്ടിയാ. ഇന്ന് അടിക്കാൻ പാടില്ല, എന്നാൽ ഇപ്പൊ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് വടിയെടുത്തോളാൻ. അധ്യാപകർക്കെതിരെ ആക്ഷൻ എടുക്കണമെങ്കിൽ അധ്യാപകരെ അവരെന്താണ് അടിച്ചതെന്ന് അവരെ ചോദ്യം ചെയ്തിട്ട് വേണം, വെറുതെ എല്ലാവരും കേസ് എടുക്കരുതെന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പം ഒത്തിരിയൊക്കെ ഒരു മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇന്ന് ചൂരൽ വെടി താഴെ വെച്ചോ അന്ന് തുടങ്ങി ഈ സമൂഹത്തിന്റെ നാശം.